friends, welcome back to our channel Family Forever Vlogs. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ മാസ്റ്റർ ഷെഫായ ആനിയമ്മി നമുക്കിപ്പോൾ സ്പെഷ്യൽ ആയിട്ടൊരു തലക്കറി വെച്ച് തരാൻ പോവാണ്. അപ്പോൾ ആനിയമ്മി ചട്ടിയൊക്കെ ചൂടായാ? ഇനി എന്താ ഒഴിക്കുന്നത്? ശരി. അപ്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ ഇത് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നമ്മൾ ഉരുളിക്കകത്താണ് വെക്കുന്നത്, കാരണം ചട്ടി ചെറുതായതുകൊണ്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് കൊള്ളത്തില്ല. അപ്പം അത് ഉരുളിക്കകത്താണ് വെക്കുന്നത്. നമ്മുടെ സ്വന്തം കൊഞ്ചിക്കടവ്, നമ്മുടെ ആറിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് തലക്കറി വെക്കുന്നത്. അത് പ്രത്യേക ഒരു വൈബ് തന്നെയാണത്. അപ്പം എന്താ, ചിലരൊക്കെ ഇവിടുന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കാർത്തിച്ചി ജസ്റ്റ് ഒന്ന് നോക്കിയേ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോ ഇനെന്താ കടു ഇടുകയാണ്. നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. എത്ര സ്പൂണാ ജോസിമിട്ട? 3 സ്പൂൺ. ചെറിയ സ്പൂണാണ് കേട്ടോ, അതില് 3 സ്പൂൺ. ഇനി എന്തുവാ? വെളുത്തുള്ളി ഉണ്ട് അതിനകത്ത്. ഒരു 4 സ്പൂൺ വലിയ സ്പൂണില് ഇഞ്ചി ഇട്ട്, അടുത്ത് ഇനി വെളുത്തുള്ളിയാണ് ഇടാൻ പോണത്. നാല് സ്പൂൺ വെളുത്തുള്ളി. അടുത്തത് ചെറിയ ഉള്ളിയാണ് നമ്മുടെ, അത് ചെറുതായിട്ട് അരിഞ്ഞത്. എത്ര സ്പൂൺ ഓസമി? ഇനി എന്താണ് നല്ലതായിട്ട് ഇളക്കണം. ഇതെന്ത് ചുമന്ന ഇതാവണോ? ആണോ? എത്ര എണ്ണം ഉണ്ട് ഇത്? എത്ര കീര്? കീറി വെച്ചേക്കാ. ഇത് ഇത്രയും സാധനങ്ങളും കൂടെ ഒരുമിച്ചിട്ട് വഴറ്റണം. നല്ല ചുമന്ന കളർ ആവണമെന്നാണ് ജോസിമി പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന് തലക്കറി വയ്ക്കാനെടുത്ത് ഉള്ളത് ജോസിമി ഞാനും മാത്രമല്ല. ദാണ്ട നമ്മുടെ ഫാമിലിയിലെ കാർത്തിച്ചുണ്ട്, കൊച്ചുണ്ട്, കെസ്സുണ്ട്, ദാണ്ട പൊപ്പണ്ണുണ്ട്. പൊപ്പണ്ണൊക്കെ എപ്പോ ഈ തലക്കറി ഇട്ടോന്ന് പറഞ്ഞ് നോക്കിയിരിക്കും കഴിക്കാൻ വേണ്ടിട്ട്. മമ്മിയുണ്ട്, ജോസ് ചേച്ചിയുണ്ട്. ഇനി ആരാണ് വരുന്നത് അവിടുന്ന്? ഇതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു. ഇനി ആരടി വരുന്നത്? അവിടെ ആരൊക്കെ ഉണ്ട്? നിഹാസൊക്കെ വരുന്നുണ്ട് അവിടുന്ന്. ലച്ചൂട്ടി ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. ലച്ചൂട്ടി ദാണ്ട് ഹായ് പറ. അതാണ്ട് ഇങ്ങോട്ട് നോക്കി പറ ഹായ്. ലച്ചൂട്ടി വെള്ളത്തിൽ കളിക്കാനുള്ള ഭയങ്കര ആവേശത്തിലാണ്. ജോസിമി ചുമന്ന അത് ചുമന്ന കളർ പറഞ്ഞില്ലേ? ഈ പച്ച മണമൊക്കെ ഒന്ന് മാറണമെന്ന് തോന്നുന്നു. ചുമന്ന എത്ര വറ്റൽമുളകുണ്ട്? 5. അത് കട്ട് ചെയ്തിട്ടത് കൊണ്ട് 5 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇടുകയാണ് ഇതിനകത്തേക്ക്. ഇത് മണം വരുന്നുണ്ട്. മഞ്ഞപ്പൊടി 2 സ്പൂണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ ആവശ്യത്തിന് ബാക്കി. കാര്യം ഞങ്ങൾക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ് തലയുടെ. മല്ലിപ്പൊടി ഇടാണ്. നമ്മളെല്ലാം എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇടുവോ? ഇതെല്ലാം മീൻ കറിക്ക് ഈ മല്ലിപ്പൊടി ഇടുവോ? അടുത്ത മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ഇതായി വരുമ്പോഴത്തേന് 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിനകത്തേക്ക് ഇട്ടത്.
ഇനി എന്ത് ജോസിയമ്മി കുറച്ച് എത്ര വേണം? അഞ്ചാറല്ലേ അല്ലേ? കൂടെ സഹായിക്കുന്നത് ഒരു മാസ്റ്റർ ഷെഫാണ്. ഇപ്പം ചേട്ടത്തിയുടെ സഹായിയായിട്ട് നിൽക്കുക. ഉപ്പിടണോ? നല്ല കാറ്റുണ്ട്. ഇതാണ് വൃശ്ചികക്കാറ്റ്. പുളി കൊടംപുളിയാണോ ഇട്ടത്? കൊടംപുളിയാണ് ഇട്ട. എത്ര എണ്ണം ഇട്ട് ജോസിയമ്മി? 6 ഇട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൊഞ്ചിക്കടവ് ഞങ്ങളുടെ ആസ്ഥാന സ്ഥലമാണ്. അപ്പം കടവിലാണ് നമുക്ക് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ സർക്കാർ കടത്തുവള്ളമാണ്. ഇതാ ഇവിടുന്ന് നേരെ അപ്പുറം ആറ്റിനപ്പുറം കയറിയ ഈ ഒരു 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ആദിച്ചല്ലൂർ ജംഗ്ഷനിലേക്ക്. കുക്ക് ചെയ്യുന്നത് നമ്മളെ ആനിയമ്മച്ചി ആണെങ്കിലും സംഭവം ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് കാഴ്ചക്കാരായിട്ട്. ലീവേ വേണമെങ്കിൽ വന്നിട്ട് കണ്ടു പഠിക്കടി. എന്തോ അറിയാന്നായിരിക്കും ഇപ്പം പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്തോ അനുമോമേ? തിളയ്ക്കണോ? ബാക്കിയുള്ള ഐറ്റംസ് അപ്പൊ നമ്മള് എന്താ അടച്ചു വെക്കണോ ഇത്? എന്നാ അടച്ച്. ഇതിന്റെ കണ്ണ് കണ്ട ലീവേ നോക്കുവാന്ന് തോന്നുന്നു. അപ്പൊ അടച്ച് വെച്ചിരുന്ന എത്ര സമയം? ഒരു 5 മിനിറ്റ്. ശരി ഓക്കെ. ലച്ചുവിന് നേരെ ആറ്റിലൊന്ന് ചാടണമെന്നുണ്ടില്ലേ? പണ്ട് ഞങ്ങളെ കടവായിരുന്നു ഇതൊക്കെ. പാറ്റി ഇറങ്ങിയ കാലം മറന്ന്. ഇപ്പൊ ഒന്ന് ഇറങ്ങിയാലോ? ഇല്ലേ ഒളിമാമേ? പണ്ട് തുണി കഴുകുന്നത് ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും എല്ലാം ഇവിടെ ആയിരുന്നു. അപ്പൊ നമ്മള് അടപ്പെടുത്ത് തല ഇടുവാണ്. രണ്ട് തല തുറച്ചു നോക്കുന്നുണ്ടാ? ആരെ നോക്കുന്ന? നിന്നെയാന്ന് തോന്നുന്നു. അല്ല റോബിയാസിനാന്ന് തോന്നുന്നു. കണ്ണ് എനിക്ക് വേണം. പക്ഷെ ഞങ്ങൾ കുറച്ച് കഷ്ണവും കൂടെ ഒക്കെ ഇട്ടു. നമ്മള് നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല വൈബുണ്ട്. വൃശ്ചികക്കാറ്റ്. മസാലയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ അന്ന് അടച്ച് നോക്കട്ടെ ഒന്ന് തുറന്ന് കാണിച്ചു. ഓക്കെ തലയൊക്കെ അടച്ച് വെക്കുവാണ്. മസാലയൊക്കെ പിടിച്ചു വരണം, എന്നാലേ അത് രുചിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ എവിടെ ആയിട്ട് അമ്മാമയ്ക്ക് അറിയാം നമ്മളെ ഈ കടവൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട്? അതുകൊണ്ട് ആ മരം കാണുന്നതിന്റെ പകുതി കരയുമായിരുന്നു. പകുതി കരയും പകുതി ആറുമായിരുന്നു. അത് 3/4 ഭാഗത്തോളം നടന്നു പോവായിരുന്നു. ഇപ്പൊ നമുക്കിവിടെ ഒരു നടപ്പാലം ഒക്കെ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് തന്നെ അതിന്റെ പണികളൊക്കെ തുടങ്ങി. ഇത് നമ്മൾ തുറന്ന് ഒന്ന് നോക്കട്ട് എല്ലാം പരുവായോന്ന്. കാഴ്ചയിൽ എല്ലാം പരുവായെന്ന് തോന്നുന്നുണ്ടോ? പരുവായി. അപ്പൊ പിന്നെ ഇനി ഫൈനൽ ടെസ്റ്റ് ഞാൻ നോക്കാം. ഓക്കെ, ചൂട് കോരി ഒഴിച്ചോളയത്. വേണ്ട, ഉപ്പ് നോക്കാൻ എടുക്കുവാണ്. എങ്ങനെയുണ്ട്? ഒരു പൊടിക്ക് ഉപ്പ് കൂടാകാന്ന് തോന്നുന്നു. ഉണ്ടാ? ഓക്കെ ആയിരിക്കും. എന്നാ പിന്നെ ഓക്കെ ഉണ്ടാ? പിടിച്ചു വരുമ്പോ മീനകത്ത് കൂടെ പിടിച്ചു വരുമ്പോ സെറ്റ് ആവും. ഓക്കെ. ഞങ്ങളുടെയൊക്കെ ഓർമ്മ അപ്പുറത്തായിരുന്നു.
നിന്റെ ഓർമ്മ അത്രേ കാണത്തോളം ഞങ്ങൾക്കറിയാം. ശനിയാഴ്ച ഞങ്ങൾ പറഞ്ഞു കേട്ടുള്ള ഞങ്ങള് പറഞ്ഞു കേട്ടുള്ള അറിവുകളൊക്കെ ഉള്ളു. ഞങ്ങൾക്കുള്ള ഇതെന്ന് വെച്ചാൽ അവിടെ ഒരു അവിടെ ഒരു കുളിക്കട വരെ ശനിയാഴ്ച ആകുമ്പോ എല്ലാരും തുണിയും കൊണ്ട് ശരിയാ പശുവിനെ കൊണ്ട് മെയിൻ അക്കരെ പോയി പേരയ്ക്ക പറിക്കുന്ന മെയിൻ ആളായിരുന്നു ഈ ഇജോ ചാച്ച. ഇത് പണ്ടത്തെ ഒരു ഹോബി ആയിരുന്നു. കാര്യം ഇവിടെ നിന്നുകൊണ്ട് കല്ലെറിയുമ്പോ എത്രയും ദൂരം പോകും എന്നുള്ള നോക്കുമായിരുന്നു പണ്ട് കുഞ്ഞുനാളില്. മീൻകറി എന്തോ നോക്കാം. ഇന്ന് ദോശമീ തുറന്ന് കാണിച്ചു വന്ന് നല്ല മണം. കല്യാണ മീൻകറിയുടെ മണം. ആ സത്യം സത്യം സെയിം. സത്യം പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള നദികളെല്ലാം കൂടെ മീൻകറി വെക്കുമ്പോ അതിന്റെ ഒരു മണം. രഞ്ജേച്ചി പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒഴിഞ്ഞു കളഞ്ഞിട്ടേ കൊണ്ടു ചെല്ലാവുള്ളന്ന്. ഒന്നുകൂടെ നോക്കി ഇനിയിപ്പോ കറക്റ്റ് ആയിട്ട്. നേരത്തെ ഒരു ടേസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കി. ഇനിയിപ്പോ അരപ്പും എല്ലാം കറക്റ്റ് ആയതൊന്ന് ഏതാണ്ട് ഫൈനൽ സ്റ്റേജ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇച്ചിരി ഞാൻ കൊടുക്കുന്ന വൃത്തി. ചേച്ചിക്ക് കൊടുക്കാൻ സ്മരിച്ചിട്ട് ഇവിടെ അറ്റത്ത് നിൽക്കുവാണ്. ഇതൊക്കെ വായിക്കകത്ത് ഒരു കൂടെ വെള്ളം കിടക്കുന്നത്. അനിമാമയുടെ മോള് ശരി ഇതാ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അസുഖമുണ്ട്. അനിമാമയുടെ മരുമോളായത് കേട്ടോ. ആ ഒരു എക്സ്പ്രഷന് വേണ്ടിയാ ഞങ്ങളെ കാണിച്ചു. വാങ്ങിച്ചോ ഇനി ഞങ്ങൾക്ക് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല വാങ്ങിച്ചോ. അവൻ കറങ്ങി കറങ്ങി ചോദിക്കാൻ മടിയാട്ടിങ്ങനെ നടന്നിട്ട് കൊടുത്തു. ഞങ്ങള് വിളിച്ചു കൊടുത്തതാണ്. കഴിക്കട്ടെ. അരെ വാ സെറ്റ് ആവണം അല്ലേ സെമി? ഒന്ന് വേവണം അല്ലേ? തലയില് അരപ്പൊക്കെ ഒന്ന് പിടിക്കണം. ആ പറ്റി ഇത് പുളിയാണോ? പുളി മുന്നിപ്പുണ്ട്. പുളിയുണ്ട്. നല്ല ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കാം. നോക്കട്ടെ ഉപ്പ്. ഒഴിച്ചാൽ കളഞ്ഞോ. ആ കൊതി മുമ്പേ പോകും. തലക്കറി വാങ്ങി വെക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ മാസ്റ്റർ ഷെഫ് ഉണ്ടാക്കിയ തലക്കറിയും കൂട്ടിയാണ് ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ. അപ്പം തലക്കറിയും മീൻകറിയും ചപ്പാത്തി ചെമ്പാമ്പുട്ടും ആണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ നൈറ്റിലേക്കുള്ള. ഓക്കെ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ മീൻകറി എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കൊഞ്ചിക്കടവിൽ വെച്ച് ഞങ്ങൾ ഈ കുക്കിംഗ് ഇത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ. ബൈ.